വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. കനത്ത മഴയും തണുപ്പും നല്ല വെയിലും ഒഴിവാക്കിയാൽ ഏത് സമയത്തും പൂവുണ്ടാകും. നമസ്കാരം, ഞാൻ അനില. anjusnestലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളാണ് ഇതൊക്കെ. മഞ്ഞയുണ്ട്, കടുത്ത വയലറ്റും ക്രീമും ഷെയ്ഡുള്ളത്, പിന്നെ വെള്ളയും ഇളം വയലറ്റും കൂടിയുണ്ട്. കാണിച്ചു തരാൻ അതിനകത്ത് പൂവൊന്നുമില്ല. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയപ്പം അവർ ഓർക്കിഡ് റീപോർട്ടൊക്കെ കഴിഞ്ഞ് ബാക്കി ഒരു തെങ്ങിൻ ചോട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ടും കരിഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അടിയിൽ ചിലതിന് ചെറിയ പച്ചപ്പുണ്ടായിരുന്നു. പിടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് വെറുതെ ഒരു കുഴിയെടുത്ത് കിട്ടിയത് മുഴുവൻ വേർപെടുത്താതെ ആ കുഴിയിൽ നട്ടതാണിത്. ഉണങ്ങിപ്പോയൊന്നുമില്ല, മുഴുവനും പിടിച്ചു. ഒരു പൂവും ഉണ്ടായി. നമുക്ക് എവിടെ വേണമെങ്കിലും ഗ്രൗണ്ട് ഓർക്കിഡ് വളർത്താം, ചട്ടിയിലോ നിലത്തോ. പിന്നെ ചളി പോലത്തെ മണ്ണാകരുതെന്ന് മാത്രം, നീർവാർച്ച ഉണ്ടാകണം. സൂര്യപ്രകാശം ആവശ്യമായ ഒരു പ്ലാന്റാണ് ഇത്. നല്ല വെളിച്ചം കിട്ടിയാൽ നിറയെ പൂവുണ്ടാകും. നല്ല വേനൽക്കാലത്ത് ഇതൊരു പാർഷ്യൽ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. നല്ല ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ പൂ കുറയും. വെയിൽ അധികമായാൽ ഇലയ്ക്കൊരു ബ്രൗൺ കളർ വരും. വളം അധികമായാലും ബ്രൗൺ കളർ വരും. അങ്ങനെ വന്നാൽ എന്താണെന്ന് പരിശോധിച്ച് വേണ്ടുന്ന മാറ്റം നമ്മൾ വരുത്തണം. മഞ്ഞ കളറാണെങ്കിൽ വളത്തിൻ്റെ കുറവോ നനയുടെ കുറവോ ആയിരിക്കും. ചട്ടി മുഴുവൻ നിറഞ്ഞ് ആവശ്യത്തിന് പോഷകമൂല്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറം. ഇലയിൽ ബ്ലാക്ക് സ്പോട്ട് കാണുകയാണെങ്കിൽ കറുവപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് ഏറ്റവും ശല്യം ഒച്ചിനെ കൊണ്ടാണ്. പൂ വിരിയാൻ സമ്മതിക്കില്ല. മൊട്ടുകൾ മുഴുവനും തിന്നു തീർക്കും. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു തന്ന പരിഹാര മാർഗമാണ് ചണച്ചാക്ക് നനച്ചിടാൻ. നനഞ്ഞ ചണച്ചാക്കിൽ വരുന്ന ഒച്ചിനെ പിടിച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ മതി. പിന്നെ വേറൊരു സുഹൃത്ത് പറഞ്ഞു തന്നത് വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലിട്ട് നേർപ്പിച്ചത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്താൽ മതി എന്നാണ്. രണ്ടിനും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഒരു പോട്ടിൽ 2 വർഷം മാത്രമേ നമുക്ക് ചെടി നിർത്താൻ പറ്റൂ. അപ്പോഴേക്കും ഈ ഓർക്കിഡ് പോട്ടിൽ നിറയും. ഇത് നമുക്ക് മൊത്തമായിട്ടെടുത്ത് മാറ്റി അടർത്തി വേറെ പോട്ടുകളിലേക്ക് നടാം. നടാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെയുള്ള ഈ സുഡോ ബൾബും 2 തൈകളും കൂടിയുള്ളത് വേണം തിരഞ്ഞെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ വേഗം ചെടിയിൽ പൂക്കൾ വരും. ഞാൻ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. ഓടിൻ്റെ പീസ്, ചകിരി ചെറുതായിട്ട് നുറുക്കിയത്, കരിയ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ്, ഉണങ്ങിയ ചാണകപ്പൊടി, പിന്നെ മണൽ. വേറൊരു കാര്യം കൂടി ഞാൻ ഈ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, സുഡോമോണസ്. ഇതിൻ്റെ കുറച്ച് ഒരു 5 ഗ്രാമൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കും. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഓർക്കിഡിന് വേരുചീയൽ ഉണ്ടാവില്ല. ഈ ഓടും കഷ്ണങ്ങൾ നമ്മൾ ആദ്യം ഈ പോട്ടിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഓടും കഷ്ണങ്ങൾ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിന്നെ നല്ല നീർവാർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ വേരുകൾക്ക് ചീച്ചൽ രോഗം വരും. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലെ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന പോട്ടി മിക്സില്ലേ അത് നമുക്ക് ഈ ചട്ടീൻ്റെ ഉള്ളിലേക്കിടാം. നേരത്തെ അടർത്തി മാറ്റിയ ഓർക്കിഡിൻ്റെ തൈയില്ലേ അത് നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഈ പോട്ടി മിക്സൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ പോട്ട് ചെയ്യുമ്പം ഈ സുഡോമോണസ് ഇല്ലേ അത് മണ്ണിൻ്റെ മുകളിലായിട്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഈ സൈഡിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായി വരിക. കുറച്ച് ദിവസം തണലിൽ വെച്ചതിന് ശേഷം മാത്രം നമുക്കിത് പുറത്ത് വെയിലത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയ പിന്നെ പോട്ടി മിക്സ് നട്ടതാണ് ഇത്. ഈ ചെടിക്ക് നല്ല ആരോഗ്യമുണ്ട്. പിന്നെ സ്പൈക്കുകൾ കണ്ടോ, 1 2 3 4. ജൈവവളങ്ങൾ നേർപ്പിച്ച് മാസത്തിൽ 2 തവണ നൽകണം.
വെയിലുള്ളപ്പോൾ നന്നായി നനയ്ക്കണം. പോട്ട് മീഡിയം ഒരിക്കലും ഉണങ്ങിപ്പോകാൻ പാടില്ല. പിന്നെ രാവിലെ നനയ്ക്കുന്നതാണ് ഓർക്കിഡുകൾക്ക് നല്ലത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ കൂടണം.